Hello guys, welcome to Island IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ ഇന്ന് ഒക്ടോബർ 15 അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ദ ഹിന്ദുവിലെ സയൻസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അപ്പം നമ്മൾ അതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പിനെ കുറിച്ചൊരു ഒപ്പീനിയൻ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുനെസ്കോന്റെ ഒരു വെർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ തിങ്സിന് വേണ്ടിയിട്ട് കൾച്ചറൽ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നോക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ എലിഫന്റ് പോപ്പുലേഷനെ കുറിച്ചൊരു സർവേ വന്നിട്ടുണ്ട്, അപ്പോൾ ആ സർവേനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതുപോലെ തന്നെ ഇന്ത്യ മംഗോളിയ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ആർട്ടിക്കിൾസിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ കാണുന്നതാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് നമുക്ക് എങ്ങനെയാണ് അത് ഡീകമ്പോസിബിൾ ആവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടാകുന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ ടൈമിൽ, അതുപോലെ തന്നെ ഇത് ഡീക്കേ ആവാതെ കിടന്ന് അതിന്റെ ഏറ്റവും ചെറിയ ഫോംസിലൊക്കെ ആവും. അങ്ങനെ ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഫോമിലും അതുപോലെ തന്നെ മൈക്രോ ബീഡ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ തിന്നാണ്, അതൊരിക്കലും ഡീകമ്പോസ് ആവില്ല, അത് മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അലിഞ്ഞു പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ സെഡിമെന്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ഇത് എവിടെ എത്തിച്ചേരുന്നത്? ഇതെല്ലാം തന്നെ എത്തിച്ചേരുന്നത് സീയിലോട്ടാണ്, കടലിലോട്ടോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിലോട്ടോ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന BPA, PFAS, PAH എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. ഇതെന്താവുന്നത്? ഇത് അവിടെ കാണുന്ന ചെറിയ ചെറിയ സ്മോൾ ആയിട്ടുള്ള ഫൈറ്റോപ്ലാങ്ക്സ്, അതായത് സൂപ്ലാങ്ക്ടൻസിന്റെ മുകളിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ സൂപ്ലാങ്ക്ടൻസിനൊക്കെ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഫിഷസ് ഈറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ചെറിയ ഫിഷിനെ എന്ത് ചെയ്യും? ഇതുപോലുള്ള വലിയ ഫിഷസ് ഈറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു കോൺസെൻട്രേഷൻ ചെറുതിൽ നിന്ന് കൂടി കൂടി വലുതിലോട്ട് എത്തും. അതായത് ചെറിയതിനെ ഭക്ഷിച്ച് വലിയ ഫിഷസിലേക്കും എത്തുന്നു. അപ്പൊ ഇങ്ങനെ ഈ അക്യുമുലേഷൻ, ഇതിനെയാണ് നമ്മൾ ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോ microplastics in water bodies can be ingested by tiny organisms, which in turn are consumed by larger ones. As the result, bodies of animal higher up in the food chain accumulate more microplastics and can suffer from amplified toxicity. This phenomenon is bioaccumulation. അപ്പോൾ ബയോ അക്യുമുലേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയതിൽ നിന്ന് മുതൽ വലിയതിലേക്ക് എത്തുമ്പോൾ എന്താണ്? വലിയ ഫിഷസിലോട്ട് എത്തുന്ന സമയത്ത് ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടും, അതുപോലെ തന്നെ അതിന്റെ ടോക്സിസിറ്റി കൂടും. ഈ ഫിഷസിനെയാണ് ആര് കഴിക്കുന്നത്? നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ഫിഷസിനെയും വലിയ ഫിഷസിനെയും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അടുത്ത ലാസ്റ്റ് എവിടെ എത്തിച്ചേരുന്നത്? അത് ഹ്യൂമൻ ബോഡിയിലോട്ടും നേച്ചറിലേക്കുമാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിഷസിനെ എങ്ങനെയാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് പറയുന്നത് ഗോവൻ റീജിയൻ ആണ്. ഗോവൻ റീജിയൻസിലെ എസ്റ്റുറീസ് എടുത്തിട്ട് അതിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഫിഷറീസിനെ അതുപോലെ തന്നെ ഹ്യൂമൻ കൺസ്യൂമേഴ്സിനെ മൈക്രോ പ്ലാസ്റ്റിക്സ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻസ് എന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ബയോ അക്യുമുലേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരിവിടെ ഒരു 251 ഫിഷസിനെയാണ് എക്സാമിൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. അതിനകത്ത് 9 സ്പീഷീസ് ഓഫ് ഫിൻ ഫിഷ് അതുപോലെ തന്നെ ഷെൽ ഫിഷ് ആണ് എടുത്തിട്ടുള്ള ഫിഷസ് എന്ന് പറയുന്നത്. മെക്കറൽ, അങ്കോയ്, അതുപോലെ തന്നെ ഓയിസ്റ്റർ, ക്ലാം, കാറ്റ് ഫിഷ്, സാർഡിൻ, ഈ ഒരു വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷസിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു ഫിഷസിൽ നമ്മൾ പ്ലാസ്റ്റിക് 19 ടൈപ്പ് ഓഫ് പോളിമേഴ്സ് നമ്മൾ ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. 19 ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യും. അപ്പം നമ്മൾ ഇതിന്റെ അക്യുമുലേഷൻ നോക്കുന്നത് 2 ടൈപ്പിൽ. അതായത് നമ്മുടെ വാട്ടർ ബോഡീസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കാറുണ്ട്. അതായത് ആ ഒരു വാട്ടർ കാണുന്ന മുകളിലത്തെ ഏരിയയും, അത് കഴിഞ്ഞ് വാട്ടറിന്റെ താഴെ എന്താണ് ഈ സെഡിമെന്റ്സും എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മണ്ണും ചെളിയും ഒക്കെയുള്ള ഈ ഏരിയ ഉണ്ടല്ലോ. അപ്പൊ ഈ വാട്ടർ ഉള്ള ഈ ഒരു ഏരിയനെ നമ്മൾ പെലാജിക് റെലം എന്നും, അതുപോലെ തന്നെ എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ സോളിഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയനെ നമ്മൾ ബന്ധിക് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കോൺസെൻട്രേഷൻ എല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ബന്ധിക്കിലാണ്, അതായത് സോളിഡ് ആയിട്ടുള്ള ആ ഒരു റീജിയനിലേക്കാണ്. കാരണം നമ്മൾ വരുമ്പോൾ അറിയാം
ഓട്ടോമാറ്റിക്കലി മുകളിൽ നിന്ന് എല്ലാം വാട്ടർ ബോഡിയുടെ ഏറ്റവും അടിയിൽ വന്നിട്ട് എന്താണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെയുള്ള ഫിഷസിലായിരിക്കും ഏറ്റവും കൂടുതൽ ബെന്റിക്കിൽ കാണപ്പെടുന്ന സൂപ്ലാങ്ക്ടൻസിലും പ്ലാന്റ്സിലും സ്പീഷീസുകളിലായിരിക്കും ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ എമൗണ്ട് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ദീസ് പാർട്ടിക്കിൾസ് വെർ മെയിൻലി ഫ്രം എന്താണ് ഈ ബെന്തിക്കിൽ ഉണ്ടാവുന്ന മെയിൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡീഗ്രേഡഡ് ഫിഷിംഗ് മെറ്റീരിയൽസ് ലെഫ്റ്റ് അറ്റ് സീ, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ്ഡ് ഫ്രം ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആയിരിക്കും ബെന്തിക്കിൽ കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫൈൻഡിങ്സിൽ നിന്ന് സയന്റിസ്റ്റ് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷസ് വളരെയധികം കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫ്രം ഡിസ്റ്റർബ്ഡ് ജീൻ എക്സ്പ്രഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഡാമേജ്, ലോവർ ഗ്രോത്ത്. ഇതൊക്കെ ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് കാര്യം ഫിഷസ് അനുഭവിക്കുന്ന സഫറിങ്സ് ആണ്. അതുപോലെ തന്നെ വെൻ പീപ്പിൾ ഈറ്റ് ദീസ് ഫിഷ് അക്കോർഡിംഗ് ടു ടീം, ഇത് നമ്മൾ തിന്നുന്ന സമയത്ത് ഈ ടോക്സിസിറ്റി എല്ലാം തന്നെ നമ്മുടെ ഇതിലേക്കും വരും. അതുപോലെ തന്നെ അതെന്ത് ചെയ്യും? അത് ഹ്യൂമൻ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കുഡ് അഫക്റ്റ് ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻ, ഹയർ റിസ്ക് ഓഫ് ക്യാൻസർ, അതുപോലെ തന്നെ ടോക്സിസിറ്റി ടു ബ്രെയിൻ. നമ്മൾ മിനമാത്ത ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. മെർക്കുറി കോൺസെൻട്രേഷൻ വഴി വന്നിട്ടുള്ളതാണ് മിനമാത്ത ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഏരിയയിൽ ഒരു മെർക്കുറി ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്തുകൊണ്ടിരുന്നത് തൊട്ടടുത്തുള്ള വാട്ടർ റിസോഴ്സസിലായിരുന്നു. അതിനകത്ത് ഫിഷസിലോട്ട് ഇത് അക്യുമുലേറ്റഡ് ആയി. ഇതാണ് അവിടുത്തെ ആളുകൾ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നത് അതിനകത്തെ ഫിഷസ് ആയിരുന്നു. അങ്ങനെ ഈ മെർക്കുറി വന്നിട്ട് ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള ചൈൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ ഒരു ജനതനെ തന്നെ അഫക്റ്റ് ചെയ്തു. അതാണ് മിനമാത്ത ഡിസീസ്. അപ്പൊ നമ്മൾ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ പറയാനായിട്ട് വരുന്നത്. അതായത് എന്ത് സാധനവും അവിടുത്തെ ബെന്റിക്കിൽ വരുന്നത് ആ ഫിഷസ് കഴിക്കും, അത് ബയോ അക്യുമുലേഷൻ നടക്കും. അങ്ങനെ അറ്റ്ലാസ് എന്ത് ചെയ്യും? ഇത് തിരിച്ച് നമ്മൾ മനുഷ്യരിലേക്ക് തന്നെയാണ് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എസ്റ്റുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോളജിക്കലി ക്രിട്ടിക്കൽ സോൺ ആണ്. നറിഷിംഗ് യങ് ഫിഷ് ആൻഡ് വിച്ച് സെർവ് ആസ് ഫീഡിംഗ് ഗ്രൗണ്ട്സ് ഫോർ ഓൾഡർ വൺസ്. ഫിൻ ഫിഷ് അതുപോലെ തന്നെ ഷെൽ ഫിഷ് ആണ് മെയിൻലി ഈ പറയുന്ന എസ്റ്റുറീസിൽ കാണപ്പെടുന്നത്. ഈ ഒരു ഫിഷസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അതായത് വളരെയധികം എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഈ ഫിഷസിലാണ് ഏറ്റവും കൂടുതൽ മൈക്രോ പ്ലാസ്റ്റിക്സ് അടിയുന്നതും ബയോ അക്യുമുലേഷനും ടോക്സിസിറ്റി ഉണ്ടാവുന്നതും ഇതാണ് നമ്മൾ കഴിക്കുന്നതും. അതുപോലെ തന്നെ സ്മോൾ ഫിഷസിന് ഈ പറയുന്ന ലാർജർ വൺ ഈറ്റ് ചെയ്യുന്ന പറഞ്ഞല്ലോ, അത് ഉണ്ടാവുന്ന സമയത്ത് ഇത് എലാമോ ബ്രാഞ്ചസ് അതുപോലെ തന്നെ കാർട്ടിലേജസ് ഫിഷസ് ഒക്കെയാണ് ഇത് കൂടുതൽ. ഷാർക്ക് ഇതൊക്കെയാണ് ഈ സ്മോൾ ഇതിനെ കഴിക്കുന്നത്. ഇതിനെയാണ് നമ്മളും കഴിക്കുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ത് ചെയ്യും? ഇതങ്ങനെ ഫുഡ് ചെയിനിൽ നിന്ന് ചെറുതിന്ന് വലുതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളൊരു ഫുഡ് ചെയിൻ ആണ്. ഫുഡ് ചെയിൻ എന്താണ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ആ ഫിഷസ് ഉണ്ട്, ചെറിയ ഫിഷസിനെ തിന്നുന്ന വലിയ ഫിഷസ് ഉണ്ട്, വലിയ ഫിഷസിനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഓരോ ഫുഡ് ചെയിനിലോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രോഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് എന്ത് ചെയ്യും? ഈ അപെക്സ് പ്രെഡേറ്റേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ കൺസ്യൂമേഴ്സിലേക്കാണ് ഇത് ലാസ്റ്റ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു സർവേ നടത്തിയത് മണ്ടോവി എസ്റ്റുറി സിസ്റ്റത്തിലാണ്. അതായത് മന്തോവി സുവാരി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഗോവയുടെ 97% ഫിഷ് ഔട്ട്പുട്ട് വരുന്നത് ഈ പറയുന്ന മണ്ടോവി റിവർ സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഇത് സ്റ്റഡി നടത്തിയത്. ദെൻ നമുക്ക് ഇതിനകത്തുനിന്ന് കുറെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിനകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ആങ്കോവിക്സിലാണ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഈ ഒരു പ്ലാസ്റ്റിക് അക്യുമുലേഷൻ വരുന്നത്. അതായത് ഒരു 8.8 മൈക്രോ പാർട്ടിക്കിൾസ് പെർ ഇൻഡിവിജ്വൽ ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാംബു ഷാർക്കിലാണ് ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ട് നമുക്ക് മൈക്രോ പ്ലാസ്റ്റിക്സ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ വേറൊരു സ്റ്റഡി കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങർ ബോഡീസ് ഫിഷ് ഹാഡ് ഫ്യൂവർ മൈക്രോ പ്ലാസ്റ്റിക് അക്യുമുലേറ്റഡ്. അതായത് വലിപ്പം കൂടിയ മീനുകളിൽ മൈക്രോ പ്ലാസ്റ്റിക് അക്യുമുലേഷൻ വളരെ കുറവാണ്. പക്ഷെ വലിപ്പം കുറഞ്ഞിട്ടുള്ള ഫിഷസിലാണ് ഏറ്റവും കൂടുതൽ മൈക്രോ പ്ലാസ്റ്റിക്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ഫിഷസിനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ നമ്മൾ എന്താണ് വലിയ ഫിഷസിനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. കാരണം ചെറിയ ഫിഷസിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി കെമിക്കൽസ് ഒക്കെ അടിയാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോട്ടം ഫീഡേഴ്സ് ആണ്. കാരണം ഏറ്റവും അടിയിൽ നിന്നാണ് അവർ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന
പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസും കെമിക്കൽസും എല്ലാം അടിയുന്നത് ഈ പറയുന്ന ബോട്ടത്തിലാണ്. അപ്പോൾ ബോട്ടം ഫീഡേഴ്സിനെയാണ് നമ്മൾ ഫുള്ളായിട്ട് കഴിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് ഈ പറയുന്ന കെമിക്കൽസ് ഒക്കെ വരുന്നത്. Then among the finfish, more microplastic in the digestive tract than in grills indicate accumulation through consumption of contaminated water or prey. അതായത് ഫിൻഫിഷിന്റെ കാര്യം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ, ആ സമയം ഗ്രിൽസിലല്ല. അപ്പൊ അതെന്താണ്, അതിനെ തിന്നുന്ന ആ ഒരു ഇതിൽ നിന്നാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ അക്യുമുലേറ്റഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയത്. അതായത് ഒരു ഫൈബർ 53%, ഫ്രാഗ്മെന്റ്സ് 29.9%, ഫിലിംസ് 13.1% ആൻഡ് ബീഡ്സ് 9% ഒക്കെയാണ് നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു സ്റ്റഡിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അതേപോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ് മൈക്രോ ബീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫേസ് വാഷുകൾ, ബോഡി വാഷുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം, അതിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ തരിതരിയുള്ള ബോഡി വാഷുകളും ഫേസ് വാഷുകളും ഉണ്ട്. ഈ ചെറിയ സാധനങ്ങളാണ് മൈക്രോ ബീഡ്സ് എന്ന് പറയുന്നത്. ഈ മൈക്രോ ബീഡ്സും ഒരു തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. ഇതും എന്താണ്, ഡീകമ്പോസിബിൾ അല്ല. അപ്പൊ അതും എന്തെന്ന്, നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന ഈ സാധനങ്ങളും ലാസ്റ്റ് ഒരു വാട്ടർ റിസോഴ്സിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതും ലാസ്റ്റ് നമ്മുടെ ബോഡിയിലോട്ട് തന്നെയാണ് എത്തുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ബോഡി വാഷസുകളും ഫേസ് വാഷുകളും ഒഴിവാക്കേണ്ടതും ആവശ്യമാണ്. The type and colors of microplastic revealed their sources to be fishing gear, tire residue from roads, e-waste, packing and textiles. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് എന്ന് നോക്കുന്ന സമയത്ത് ഡയറക്റ്റ് എഫക്റ്റ് ഓഫ് മൈക്രോപ്ലാസ്റ്റിക് ഇൻ ഫിഷ് ഇൻക്ലൂഡ് ലോവർ ഫിറ്റ്നസ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റി ആസിഡ് ആൻഡ് ലോവർ ന്യൂട്രീഷണൽ ക്വാളിറ്റി. Indirectly, as the demand for such fish drops in market, coastal population could be risk of livelihood വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നമുക്കും അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെ മൈക്രോ പ്ലാസ്റ്റിക്സിനെ കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. There are microplastics in every place on earth, and such findings only underscore the urgent need for us to take actions as a society to remove plastic from various environments with better waste disposal and new search for biodegradable alternatives. ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലായിട്ടുള്ളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മറ്റൊരു ഓൾട്ടർനേറ്റീവ് അതർ ദാൻ പ്ലാസ്റ്റിക്കിന് വേറൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആർട്ടിക്കിൾ. ദെൻ നമ്മുടെ സെക്കൻഡ് ആർട്ടിക്കിൾ നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയയുടെ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എനർജി മിനിസ്റ്റർ മിസ്റ്റർ ക്രിസ് ബ്രോവൺ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ക്രിട്ടിക്കൽ ചാലഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇന്ത്യ ആയാലും ഓസ്ട്രേലിയ ആയാലും എന്താണ് ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടാർഗറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ മെയിൻ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കണം. റിന്യൂവബിൾ എനർജി നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് കുറേ അധികം സാധനങ്ങൾ ആവശ്യമുണ്ട്, അതായത് ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, ചൈനേനെയാണ്. അപ്പോൾ ഈ ചൈനയെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്ത് ഇന്ത്യ ഓസ്ട്രേലിയ ഒരു പാർട്ട്ണർഷിപ്പ് വഴി നമുക്ക് ഈ റിന്യൂവബിൾ എനർജി അച്ചീവ് ചെയ്യാം, അതിനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഒപ്പീനിയനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയ റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പ് REP കഴിഞ്ഞ വർഷം നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററും കൂടിയിട്ട് ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം സക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് കൺട്രീസിന് എന്ത് ചെയ്യും, വളരെയധികം ബെനിഫിറ്റ് ആണ്. If it is succeed, both countries need to focus on joint project, critical mineral cooperation, capacity building, turning climate ambition to practical resilient outcomes. അപ്പോൾ ഇൻഡോ പസഫിക് റീജിയൻ, അതായത് ഇന്ത്യ അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കുന്ന ഈ റീജിയൻ ആണ് ഏറ്റവും കൂടുതൽ എന്താണ് വൾണറബിൾ, ക്ലൈമറ്റ് വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്വീൻ 1970 to 2022
അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്ന ഒരു റീജിയൻ ആണ് ഇൻഡോ പസഫിക്. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്ന ഇഫക്റ്റുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ 2050 ആകുമ്പോഴത്തേക്ക് എന്താണ്, ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്നത്. അപ്പൊ ഈ പോപ്പുലേഷന് ഇങ്ങനെ ഒരു വൾണറബിലിറ്റീസ് ഉണ്ടാവുന്നത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് 2030 ആവുമ്പോഴത്തേക്കും 50 GW ഓഫ് നോൺ ഫോസിൽ എനർജി ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി. അതിൽ 280 ഫ്രം സോളാർ ആണ്. അതുപോലെ തന്നെ ജൂലൈ 2025 ഹാഫ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റീസ് ഫ്രം നോൺ ഫോസിൽ ഫ്യൂൽസ് ആണെന്ന് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ പറയുന്ന എമിഷൻസ് കുറയ്ക്കാം? ഗ്ലോബൽ ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്? അപ്പൊ നമ്മൾ ക്ലീൻ എനർജി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് അതിൻ്റെതായ മിനറൽസും ക്രിട്ടിക്കൽ മിനറൽസും ഒക്കെ ആവശ്യമാണ്. അതായത് ലിഥിയം പോലുള്ള സാധനങ്ങൾ ആവശ്യമാണ്. കാരണം എന്തിനാണ്? നമ്മൾ ഈ പറയുന്ന റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ബാറ്ററീസ് ആവശ്യമാണ്. അതുപോലെ തന്നെ സോളാർ പവർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, സോളാർ പാനൽസ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനും മിനറൽസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മളിവിടെ എപ്പോഴും ആശ്രയിക്കുന്നത് ആരെയാണ്? ചൈനേനെയാണ്. അപ്പൊ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പറയുന്ന റിന്യൂവബിൾ എനർജി സോഴ്സ് ഉള്ളതും. അതുപോലെ അതായത് ചൈനീസിൽ 90% റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 80% ഓഫും അവരുടെ ഗ്ലോബൽ റിന്യൂവബിൾ എനർജി സപ്ലൈയിൽ അവർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കൺട്രീസിലെ എല്ലാവരും വാങ്ങുന്ന ഒരു കൺട്രി ആവുമ്പോൾ അവരുടെ എനർജിയുടെ എന്താണ്, ആ പറയുന്ന മിനറൽസിന്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിലും ഈ പറയുന്ന റെയർ എർത്ത് മിനറൽസ് ഉണ്ട്. അപ്പൊ അതിന് ഉണ്ടെങ്കിലും അവരതിന് റിസോഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആകുന്ന പ്രൊഡക്ഷൻ കുറവാണ്. അപ്പൊ അത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനകത്ത് ഓസ്ട്രേലിയ ഈസ് one of the world's largest producer of lithium and has rich reserve of cobalt and rare earth. It lacks large scale refining and downstream manufacturing. അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് കുറവാണ്. അപ്പൊ അതിനകത്ത് എങ്ങനെ നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും, അപ്പൊ ആ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു കൊളാബറേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇഫക്റ്റ് ആവുന്നത് ഇവിടെയാണ്. അതായത് നമ്മുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് 35 ഏജ് വരുന്നത് തൊട്ട് 16 വരെയുള്ള പോപ്പുലേഷൻ നമുക്ക് കൂടുതലാണ്. അപ്പം നമ്മുടെ ആളുകളെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വർക്കിങ്ങിനായിട്ട് കൊണ്ടുപോയി അതുപയോഗിച്ച് അവരുടെ ലിഥിയം പോലെയുള്ള റെയർ എർത്ത് മിനറൽസ് റിഫൈൻ ചെയ്യാനും അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ അവർക്കും നമ്മുടെ മാൻ പവർ ഉപയോഗിച്ച് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, നമുക്കും ബെനിഫിറ്റ് ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ നെറ്റ് സീറോ ജോബ് പ്ലാൻ ഒക്കെ എന്താണ്, സ്കിൽസ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ്, വർക്ക് ഫോഴ്സ് ആവശ്യമാണ്. അപ്പൊ ആ ഒരു ഇതൊക്കെ എന്താണ്, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യൂത്തും അതുപോലെ തന്നെ ഇതും ഉള്ളത്. അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുവഴി എന്താ, നമുക്ക് ക്രിട്ടിക്കൽ മിനറൽസ് കിട്ടുകയും ചെയ്യും, നമ്മുടെ ഈ ജോലിയില്ലായ്മ ഈ പറയുന്ന കാര്യങ്ങളും നമുക്ക് മറികടക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നല്ല രീതിയിലൊരു കോർപ്പറേഷൻ വരുന്ന സമയത്ത് നമുക്ക് റെയർ എർത്ത് മിനറൽസും ക്രിട്ടിക്കൽ മിനറൽസും എല്ലാം മൈൻ ചെയ്തെടുക്കാം. അതിന് ഓസ്ട്രേലിയക്ക് ഇന്ത്യയുടെ സപ്പോർട്ടും കൊടുക്കാം, ഇന്ത്യയുടെ യൂത്തിനൊരു ജോലി കാര്യങ്ങളും കിട്ടും. അതുവഴി എന്ത് ചെയ്യാൻ, നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് EV ബാറ്ററീസ് ഒക്കെ ബിൽഡ് ചെയ്യാനും പറ്റും. അതുവഴി നമുക്ക് ക്ലീനർ എനർജി അച്ചീവ് ചെയ്യാനൊക്കെ പറ്റും എന്നാണ് നമുക്ക് ഈ ഒരു ഒപ്പീനിയനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ ന്യൂ വെർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ കൾച്ചറൽ ഒബ്ജക്ട്സ്. നമ്മുടെ കുറേ സാധനങ്ങൾ മോഷണം പോകുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ, കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ നല്ല പൈസ കിട്ടുന്നുണ്ട്, മോഷണം പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്ട്സിൻ്റെ ഒരു വെർച്വൽ മ്യൂസിയം ഡെവലപ്പ് ചെയ്യാനായിട്ട് യുനെസ്കോ തയ്യാറെടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് മന്ത് യുനെസ്കോയുടെ മോണ്ടി കൾട്ടിൽ ഉണ്ടായിരുന്ന ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു വെർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ കൾച്ചറൽ ഒബ്ജക്ട്സ് ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു മ്യൂസിയം ലോഞ്ച് ചെയ്തിരിക്കുന്നത്
വേൾഡ് കോൺഫറൻസ് ഓൺ കൾച്ചറൽ പോളിസീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, മോണ്ടി കൾച്ചർ 2025 ഇതെന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വിച്ച് റീകണക്ട് കമ്മ്യൂണിറ്റീസ് വിത്ത് ദെയർ കൾച്ചറൽ ട്രഷർ. ഇപ്പൊ മോഷണം പോയിട്ടുള്ള ആ ഒരു വസ്തുക്കളുടെ ഒരു സ്റ്റോള്, ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതുവഴി അത് കാണാനായിട്ട് സാധിക്കും. Project aims at designing first virtual immense reality museum of stolen cultural object at a global scale. Then ഇതിന്റെ മെയിൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് സൗദി അറേബ്യ ആണ്. അതുപോലെ തന്നെ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻ കൊളാബറേഷൻ വിത്ത് ഇന്റർപോൾ ആണ്. ഡിജിറ്റൽ മ്യൂസിയം കറന്റ്ലി ഡിസ്പ്ലേസ് ഓൾമോസ്റ്റ് 240 മിക്സിംഗ് ഒബ്ജക്ട്സ് ഫ്രം 46 കൺട്രീസ്. ഇന്ത്യയിൽ നിന്ന് 2 സാധനങ്ങളാണ് വരുന്നത്. അതായത് മഹാദേവ് ടെമ്പിൾ ഇൻ പാലി ഛത്തീസ്ഗഡിലെ നടരാജ ഫിഗേഴ്സ് ഇൻ ഒരു സോപ്പ് സ്റ്റോണുള്ള നടരാജ ഫിഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ബ്രഹ്മ ദ ക്രിയേറ്റർ ഈസ് ഷോൺ സീറ്റഡ് ഇൻ ലളിതാസന വിത്ത് 3 വിസിബിൾ ഫേസസ് ആൻഡ് 4 ആംസ് ഹോൾഡിംഗ് സേക്രഡ് എംബ്ലംസ് ലൈക്ക് റോസറി ആൻഡ് വേദാസ്. ഇങ്ങനെ ഈ രണ്ടിന്റെയും എന്താണ് വെർച്വൽ ഇമേജസ് നമ്മൾ ഈ പറയുന്ന മ്യൂസിയത്തിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് യുനെസ്കോ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വെർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ കൾച്ചറൽ ഒബ്ജക്റ്റിനെ കുറിച്ച് വന്നിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ ആണ്. ബട്ട് നമുക്കിതൊരു പ്രിലിംസ് വ്യൂവില് കുറച്ച് പോയിന്റ്സ് മാത്രമേ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എലഫന്റ് പോപ്പുലേഷനെ കുറിച്ച് ഉള്ളൊരു ന്യൂസാണ്. എലഫന്റിന്റെ സർവേ നമ്മൾ നടത്തി. അപ്പൊ അതിനകത്ത് എന്താണ് 80% പോപ്പുലേഷനിൽ ഡിപ്പ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയത്. അപ്പൊ നമ്മുടെ UPSC പ്രിലിംസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ടൈഗർ, എലഫന്റ് എന്നൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലഫന്റിന്റെ പോപ്പുലേഷൻ കൂടുന്നതും കുറയുന്നതും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിലോട്ട് നോക്കാം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വെസ്റ്റേൺ ഗട്ട്സിലാണ് ഏറ്റവും കൂടുതൽ എലഫന്റ് പോപ്പുലേഷൻ വരുന്നത്. അതായത് 53.2% വെസ്റ്റേൺ ഗട്ട്സിലുണ്ട്. ദെൻ നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് ബ്രഹ്മപുത്ര റീജിയനിൽ 29.2% പോപ്പുലേഷൻ വരുന്നത്. ദെൻ പിന്നീട് വരുന്നത് ശിവാലിക് ഹിൽസ് ഇൻ ഗാംഗറ്റിക് പ്ലെയിൻസിൽ 9.2%, 8.4% ഇൻ സെൻട്രൽ ഇന്ത്യ ഈസ്റ്റേൺ ഗട്ട്സിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എലഫന്റിന്റെ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടകയാണ്. പിന്നെയാണ് ആസാം, തമിഴ്നാടു, കേരള, ഉത്തരാഖണ്ഡ് ആൻഡ് ഒഡീഷ വരുന്നത്. അപ്പൊ ഈ ഒരു സർവേ നടത്തിയിരിക്കുന്ന ആ ഒരു ഏജൻസി എന്ന് പറയുന്നത് സിൻക്രണസ് ഓൾ ഇന്ത്യ എലഫന്റ് എസ്റ്റിമേഷൻ ആണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് നടത്തിയ സർവേ എന്ന് പറയുന്നത് 2017 അന്ന് 27,312 എലിഫൻസ് ആണ് ഉണ്ടായിരുന്നത് ആ ഒരു സർവേയിൽ നമുക്ക് കിട്ടിയത്. ബട്ട് ഇപ്പോഴത്തെ പോപ്പുലേഷൻ നമുക്ക് കിട്ടിയത് എന്താണ് 22,446. ദാറ്റ് ഈസ് 17.81% എമൗണ്ടിൽ എന്താണ് ഡിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും? അപ്പൊ നമ്മുടെ ഈ സർവേ നടത്തിയ ആളുകൾ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർവേ മുമ്പ് നടത്തിയിട്ടുള്ള സർവേസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു സർവേ മുമ്പ് നമ്മൾ ആനകളുടെ എണ്ണം എടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ അവർ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് സ്ഥലങ്ങളിൽ നോക്കിയിട്ട് സൈറ്റ് സീയിങ് വഴി നമ്പർ എണ്ണിയിട്ടൊക്കെയാണ് എടുത്തിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് നമ്പേഴ്സ് ഒക്കെ എടുത്താണ് എടുക്കുന്നത്. അപ്പൊ അതൊരു ആക്യുറേറ്റ് മെത്തേഡ് അല്ല. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ എലഫന്റിന്റെ ഡഗ് അതിന്റെ ആനപ്പിണ്ടത്തിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഒരു DNA വഴിയാണ് നമ്മൾ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് ഓരോരോ എലഫന്റ് ഡിഫറെൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള പോപ്പുലേഷൻ സർവേ നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പൊ പ്രീവിയസ് സർവേയുടെ മിസ്മാച്ച്മെന്റും ഒക്കെ ആയിരിക്കാം ഇത്രയും പോപ്പുലേഷന് ഡിക്ലൈൻ ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ്. നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സിലാണ് നമ്മുടെ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൽ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ എലഫന്റ് പോപ്പുലേഷൻ ഉള്ള ഏരിയ ആയിരുന്നു വൺസ്. ബട്ട് ഇപ്പൊ എന്താണ് ആ പോപ്പുലേഷൻ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റേഷൻ, കോഫി, ടീ പ്ലാന്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു ഏരിയനെ നല്ല രീതിയിൽ വെട്ടി നിരപ്പാക്കുന്നു. അപ്പോൾ അവിടെ ആനകൾക്ക് താമസിക്കാനായിട്ട് പറ്റുന്നില്ല. അത് അവരുടെ ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്, ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ വരുന്നു. Once a home to continuous population, elephants are increasingly disconnected due to changing land use, including expanding coffee and tea plantation
ഇൻവാസീവ് പ്ലാന്റ് സ്പീഷീസ്, ഫാംലാൻഡ് ഫെൻസിങ്, അതുപോലെ തന്നെ റാപ്പിഡ് ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഡിസ്റപ്ഷൻ ഓഫ് ട്രഡീഷണൽ കോറിഡോർസ് കോസ്ഡ് ബൈ റെയിൽവേ ലൈൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ കോറിഡോർസ് ഒക്കെ നശിപ്പിച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആനകൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാണ്ടാവുന്നു. അതുപോലെ തന്നെ പവർ ഇൻഫ്രാസ്ട്രക്ചർ എൻക്രോച്ച്മെന്റ്സ് ആൻഡ് അതർ ലാൻഡ് യൂസ് ചാർജസ് ഒക്കെ എന്താവുന്നു, ഇതിന്റെ പോപ്പുലേഷൻ കുറയുന്നതിന് കാരണമാവുന്നു. ഇൻ വെസ്റ്റേൺ ഗട്ട്സ്, ഇൻ സെൻട്രൽ ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനിങ് പ്രഷേഴ്സ് വെയർ ഐഡന്റിഫൈഡ് മേജർ കൺസേൺ. ദ റിപ്പോർട്ട് പോയിന്റ്സ് ടു പ്ലാന്റ് ഇൻവേഷൻസ്, human induced disturbance and conflict with the local communities as persistent challenge requiring cooperative engagement. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 20 സ്റ്റേറ്റ്സിന് നമ്മളൊരു ബ്ലോക്കായിട്ട് അല്ലെങ്കിൽ സെൽസ് ആയിട്ട് എടുത്തിട്ട് അതിനകത്താണ് നമ്മൾ എലിഫന്റ് പോപ്പുലേഷൻ ഓരോ ഏരിയയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതർ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെജിറ്റേഷൻ, പ്രസൻസ് ഓഫ് അതർ മാമൽസ്, പ്രിഡേറ്റേഴ്സ് ആൻഡ് ഹ്യൂമൻ ഡിസ്റ്റർബൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സേഫിയുടെ യൂസ് ഓഫ് ജെനറ്റിക് മാർക്ക് റീക്യാപ്ചർ മെത്തേഡ് ആണ്. അതായത് നമ്മൾ വേർ എലഫന്റ് ഡഗ് സാമ്പിൾസ് ആർ കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് ഇൻ ലാബോറട്ടറി ടു ഐഡന്റിഫൈ യുണീക്ക് ഇൻഡിവിജ്വൽസ്. അപ്പൊ നമ്മൾ DNA എക്സ്ട്രാക്ഷൻ വഴിയാണ് ഈ ഒരു പോപ്പുലേഷൻ എത്ര ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്ന് എടുക്കാനായിട്ടുള്ളത്. അതായത് 18% പോപ്പുലേഷൻ ഡിക്ലൈൻ ആയിട്ടുണ്ട്. DNA സാമ്പിൾ സർവേ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നോക്കിയത്. എന്തുകൊണ്ടൊക്കെയാണ് എലിഫന്റ് പോപ്പുലേഷൻ കുറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ ഒരു ന്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ മംഗോളിയ തമ്മിലുള്ളൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ മംഗോളിയൻ പ്രസിഡന്റ് ഇവിടെ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ഖുർലേഖ് ഉഖാൻ, പേര് വായിച്ചു വെക്കാൻ മതി, എൻ്റെ പ്രൊനൗൺസിയേഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ്. അതായത് നമ്മളൊരു ഓയിൽ റിഫൈനറി പ്രൊജക്റ്റ് ഫണ്ടിങ് ചെയ്യാനായിട്ട് പോകുന്നു മംഗോളിയയിൽ. ഗിവ് ട്രെയിനിങ് ടു മംഗോളിയൻ ആംഡ് ഫോഴ്സസ്, ഗിവ് ഫ്രീ വിസാസ് ടു മംഗോളിയൻ സിറ്റിസൺസ്. അതുപോലെ തന്നെ ഹാവ് എ കൾച്ചറൽ ടൈസ് ബിറ്റ്വീൻ ലഡാക്ക് ആൻഡ് പ്രൊവിൻസ് ഓഫ് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. ഓയിൽ റിഫൈനറി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടഡ് ബൈ ഇന്ത്യ ഈസ് $1.7 ബില്യൺ ലൈൻ ഓഫ് ക്രെഡിറ്റ് will strengthen Mongolians' energy security. ഇത് ഇന്ത്യയുടെ ലാർജസ്റ്റ് ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പ് പ്രൊജക്ട് ഗ്ലോബലി വിത്ത് ഓവർ 25,000 ഇന്ത്യൻ പ്രൊഫഷണൽ വർക്കിംഗ് അലോങ് മംഗോളിയൻ കൗണ്ടർ പാർട്സ്. അതാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഏരിയ എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ കൾച്ചറൽ ആസ്പെക്ട്സ് ആണ്. അതായത് മംഗോളിയ ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിസം കുറച്ച് എത്തിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടേക്ക് നെക്സ്റ്റ് ഇയറിലായിട്ട് ഹോളി റിലിക്സ് ഓഫ് 2 ഗ്രേറ്റ് ഡിസൈബിൾസ് ഓഫ് ലോർഡ് ബുദ്ധ, സായി പുത്ര, അതുപോലെ തന്നെ മൗദംഗലയാന, ഇവരുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ മംഗോളിയയിലേക്ക് നെക്സ്റ്റ് ഇയർ സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നലന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതാണ് ബുദ്ധിസം മംഗോളിയയിലേക്ക് എത്താനും അവിടെ പ്രൊമിനൻ്റ് ആവാനായിട്ടും കൂടുതൽ കാരണമായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ വി ഹാവ് എഗ്രീഡ് ടു സ്ട്രെങ്തൻ ദിസ് ഹിസ്റ്റോറിക് കണക്റ്റഡ് ബൈ ലിങ്കിങ് നളന്ദ വിത്ത് ഖണ്ഡാൻ മൊണാസ്ട്രി. ഈ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ അമ്മയുടെ ഓർമ്മയാക്കം ഏക് പേഡ് മാക്കാ നാമിൽ ഇവർ കൂടിയിട്ടൊരു ട്രീ വെച്ചിട്ടുണ്ട്. ആ ഒരു പിക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽസിനായിട്ടൊരു അലയൻസ് ആണ്. ക്രിട്ടിക്കൽ മിനറൽ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. കാരണം മംഗോളിയ എന്ന് പറയുന്നത് മറ്റേ കോക്കിംഗ് കോൾ എന്ന് പറയുന്നതിൻ്റെ നല്ലൊരു റിസർവ് ആണ്. അപ്പം ആ ഒരു ഇത് ഇന്ത്യ കൂടുതൽ ബൈ ചെയ്യുന്നത് കോക്കിംഗ് കോൾ എന്ന് പറയുന്നത് കാനഡ, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പൈസ കൂടുതലാണ്. അപ്പം മംഗോളിയന്ന് നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കിംഗ് കോൾ ഉപയോഗിക്കാനും പറ്റും. നമുക്ക് കുറച്ച് പൈസ കുറവിൽ കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ അവിടെ ഫണ്ടിങ് ഒക്കെ ചെയ്യുന്നതൊക്കെയാണല്ലോ. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഇവരുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഉണ്ടായിട്ട് ഉള്ളത്.
അപ്പോൾ നെക്സ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു എക്സ്പ്ലെയിനോ എഡിറ്റോറിയലൊക്കെ വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് ഇത്രേ സംസാരിക്കാനായിട്ടുള്ള നേരമുള്ളൂ. ദെൻ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ്. മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഫിഷിനെയും ഹ്യൂമൻ പോപ്പുലേഷനൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹ്യൂമൻ ഫുഡ് ചെയിനിലോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയത് ഇന്ത്യ ഓസ്ട്രേലിയ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ യുനെസ്കോവിൻ്റെ വെർച്വൽ മ്യൂസിയം ഫോർ സ്റ്റോളൻ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എലഫൻറ്റ് പോപ്പുലേഷൻ, നമ്മളൊരു എലഫൻറ്റ് സർവേ നടത്തി. അതിനകത്ത് പോപ്പുലേഷൻ എന്താണ് 80% ഡിപ്പ് ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നോക്കിയത് ഇന്ത്യ മംഗോളിയ തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസുമായിട്ട് നാളെ നിങ്ങൾക്ക് ആദിത്യ സാർ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.